ഇതൊരു ജീവിതാനുഭവ കഥയാണ്. എന്നാ കാലത്തൊട്ട് ഗുരു അപ്പൊ ഒന്നുകൂടെ വരും. പെട്ടെന്ന് വേറെന്തോ വിചാരിച്ചു. കരഞ്ഞണ്ണൻ ആണ് ഞങ്ങളുടെ ഇൻസ്പിറേഷൻ. ഒരു പാൽക്കാരന്റെ കഥയാണ്. ഒരു പാൽക്കാരൻ സുഖു. അണ്ണന്റെ മൂത്ത അണ്ണനും പാല് കച്ചവടമായിരുന്നത് ഇല്ലല്ലോ. അപ്പൊ ഇല്ല, അതെന്റെ മൂത്ത എണ്ണല്ല അല്ല വല്യമ്മേടെ അത് വേണ്ട ഉടക്കാണ്. ഉടക്കി നശിച്ചവനാണ്. അപ്പൊ അങ്ങനെ പാൽ കച്ചവടം അതായത് പറഞ്ഞാൽ അലൂമിനിയം ഇതിനകത്ത് സൈക്കിളിൽ പാല് കച്ചവടത്തിന് വരും. മലയാളത്തിൽ ഇതുവരെ വന്നിട്ടില്ല. അതെ, മലയാളത്തിൽ രജനീകാന്ത് പാല് കച്ചവടം അസാധ്യം. അതേപോലെ തന്നെ ഈ രജനീകാന്ത് വന്നിട്ട് മലയാളത്തിൽ ഇതുവരെ വന്നിട്ടില്ല. അത് മലയാളത്തിൽ വരണം. ഇതിൽ വരട്ടെ. കൾച്ചർ എല്ലാം ഉണ്ടാവും. അങ്ങനെ വരുന്ന കൾച്ചർ ഉണ്ടോ? അല്ല, കൾച്ചർ കൾച്ചറൊക്കെ വേണം. നല്ല നമ്മുടെ പടത്തിൽ നിറച്ച് കൾച്ചർ വേണം. ഒരു കാരണവശാലും കൾച്ചർ കുറയാൻ പാടില്ല. നമ്മുടെ ശരിക്ക് മാക്സിമം കൾച്ചർ കയറ്റിക്കും. കൾച്ചറിന് ഇനി എത്ര കാശ് കൊടുക്കേണ്ടത് ഞാൻ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ കൾച്ചറിന് സെറ്റ് ഇടാം. അപ്പൊ ഇങ്ങനെ ഈ പാൽക്കാരന് ഒരു ചെറിയ പാലുണ്ട്. നമ്മുടെ കിരീടം സിനിമയ്ക്കകത്തൊക്കെ ഉള്ള പാലം ഉണ്ടല്ലോ, അതുപോലുള്ള പാലത്തെ കൂടെ എന്നും അത് വേണ്ട. അണ്ണാണ് പടം പഠിച്ചോ. വലിയ പാലം ഇട്ടോ. വലിയ പാലം എന്തിന് കുറയ്ക്കണോ ഞാൻ ചോദിക്കട്ടെ. ഞാൻ രാത്രി അടിച്ച കാശെന്ന് നിങ്ങൾക്ക് തോന്നലുണ്ടായിരിക്കും. അണ്ണന്റെ വേറെ കാശുണ്ട്. നല്ല കാശിന്റെ കുറവുണ്ടല്ല. ഇതെന്താന്ന് വെച്ചാൽ ഈ പാലത്തെ കൂടെ പാലും കൊണ്ട് സുഖു എന്ന് പറഞ്ഞ കഥാപാത്രം വരുന്നത്. ഇങ്ങനെ വരുമ്പോ എതിരെ വരുന്ന ഒരു ലോട്ടറി കച്ചവടക്കാരി പെണ്ണുണ്ട്. അപ്പൊ ഇവരിങ്ങനെ ഞെരിങ്ങി ഇങ്ങനെ പോകുന്ന ഒരു സീൻ. അതിനുവേണ്ടി ചെറിയ പാലം വെച്ചേക്കുന്നത്. വലുതാകുമ്പോ ലോട്ടറി കച്ചവടക്കാരിയുടെ അത് വേണ്ട. അത് ഇതിനകത്ത് വേറെ ഇല്ല സാർ, ഇത് ജീവിതാനുഭവ. ലോട്ടറി കച്ചവടക്കാരി വേണ്ട. വേറെ എന്തെങ്കിലും ഒരുമാതിരി കുപ്പിവളയോ അങ്ങനെ വേറെ എന്തെങ്കിലും ഇപ്പോഴത്തെ LIC ഏജന്റ് അങ്ങനെ മൊബൈൽ നന്നാക്കാനുണ്ടോ? മൊബൈൽ എന്ന് പറഞ്ഞ പെൺകുട്ടികൾ ഇപ്പോഴത്തെ ട്രെൻഡ് ആയിരിക്കും. ഇപ്പോഴത്തെ ട്രെൻഡ് ആൾക്കാർ പണ്ടത്തെ പോലെയല്ല. പേപ്പർ തകരം കുപ്പിയൊക്കെ വിളിക്കുന്നത് മൊബൈൽ നന്നാക്കാനുണ്ടോ മൊബൈൽ എന്ന് പെൺകുട്ടി വിളിച്ചോണ്ട് ഒരു പാട്ടും കൊടുക്കാം. അതൊക്കെ പണ്ടത്തെ കാലത്ത്. എലഞ്ഞിപ്പഴം ഞങ്ങൾ ഒരുമിച്ചാണ് ആ പടം കാണാൻ പോയത്. അണ്ണൻ എലഞ്ഞിപ്പഴം പാടുമ്പോൾ അണ്ണൻ തിയേറ്ററിൽ കിടന്ന് ഡാൻസ് കളിച്ചിട്ടുണ്ട്. ബാക്കി ഇരിക്കുന്ന ഒരുത്തെ കാണാൻ പറ്റാത്തോണ്ട് ഒറ്റ കല്ലെടുത്തെറിഞ്ഞ് അണ്ണന്റെ തലയിൽ വന്ന് കൊണ്ടു. അണ്ണനല്ല, എനിക്കാണ് തലയിൽ കൊണ്ട്. അങ്ങനെ ഇവർ തമ്മില് പ്രണയത്തിലാവുക. അവസാനം പ്രണയത്തിന്റെ മൂർത്തിമത് ഭാവത്തില് ഈ പയ്യൻ മൂർത്തി ആരാണ്? ഉത്തങ്ക ശ്രേണി അങ്ങനെയൊക്കെ സെറ്റ് ഇടാൻ പറ്റില്ല. അതൊക്കെ ഈ ആവശ്യത്തിന് സെറ്റ്. പിന്നെ ഉത്തങ്ക ശ്രേണി എന്നൊക്കെ പറഞ്ഞാൽ വലിയ നമുക്കറിഞ്ഞൂടെ, നമ്മളല്ലേ വർക്ക് ചെയ്യണല്ലേ. അല്ല, ഇതിന്റെ ഉത്തങ്ക ശ്രേണി സെറ്റ് ഇടാൻ എത്ര രൂപയാവും? മൂർധന്യ അവസ്ഥ. സെറ്റ് വേണ്ട. അതിന്റെ ഒരു എക്സ്ട്രീം സ്റ്റേജ് എന്നൊക്കെ പറയും. മുകളിലുള്ള പിന്നെ തട്ടടിക്കണോ? വാർക്കപ്പണിയുടെ സംഭവല്ലേ? വേസ്റ്റ് ആക്കരുത്. ശരി, ഇതിന്റെ അവസാനത്തെ അല്ല ചെല്ലപ്പനെ വിളിക്കാം. തട്ടടിക്കാം. വാർക്കയ്ക്ക് മറ്റേ ചെല്ലപ്പനാണോ നല്ലതല്ലേ? ചെല്ലപ്പന്റെ മരുമോൻ ഭയങ്കരമായിട്ട് എതിർക്കും. മുരുകന്റെ തട്ടെന്ന് പറഞ്ഞാൽ അണ്ണാ വേറൊരു കാര്യമുണ്ട്. ഞാൻ വീട്ടിലടിച്ചിരിക്കുന്ന മുരുകന്റെ തട്ടാണ്. വാർക്കയ്ക്ക് അവൻ കയറി തട്ടടിച്ച് പ്ലാസ്റ്റർ ചെയ്തോണ്ടല്ലേ മഴ പെയ്ത ഒരു തുള്ളി താഴെ. നിനക്കാരോ എനിക്ക് തോന്നുന്നു മുരുകന്റെ തട്ടാണ്. ഈ മുരുകന്റെ തട്ട് സാറ് ഇദ്ദേഹത്തെ വിളിച്ച് തട്ടടിക്കാൻ വിളിക്കുന്നൊന്നാണ്. എന്നാ ഇവിടെ ഈ പാൽക്കാരൻ സുഖമില്ലേ, പാൽക്കാരൻ സുഖവും ഈ പെണ്ണ് മൊബൈൽ നന്നാക്കുന്ന പെണ്ണും തമ്മിലുള്ള പ്രേമത്തിന്റെ ഏറ്റവും മുകളിലത്തെ സ്റ്റേജിൽ വെച്ച് ഒരു ഘട്ടം. അതാണ് കാരുണ്യം. എനിക്ക് അറിയാം. എന്നിട്ട് നമ്മളെ ഇഷ്ടം ഒരു ഘട്ടം എന്ന് പറയുന്നത് ആ ഘട്ടത്തില് ഈ പയ്യന് ലോട്ടറി അടിക്കുക.